രാഹുൽ മങ്കൂട്ടത്തിലും ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ സംഭവം വലിയ തോതിൽ കേരളം ചർച്ച ചെയ്ത ഒന്നാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇയാളെ അപമാനിച്ച സംഭവം തുടർന്ന് ഇയാൾ ജീവനൊടുക്കുകയായിരുന്നു. പോലീസ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും. ഇന്നലെ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു അന്വേഷണ സംഘം. ഈ പ്രതിയായ ഷിംജിത അവർ ഒളിവിലാണ്. ഇവർ നാടുവിട്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇല്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഷിംജിത മുൻകൂർ ജാമ്യത്തിന് ശ്രമങ്ങൾ ആരംഭിച്ചതായും സൂചനയുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ട പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചെയ്യണം. അനീഷ്, ഈ പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ബസ് ജീവനക്കാർക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾക്ക് ബോധ്യമുള്ളവരാണ്. അവരുടെ മൊഴി വളരെ ഗൗരവതരമായ ഒന്നാണ്. അതിനുള്ള ശ്രമങ്ങളാണോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ബസ്സിനുള്ളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായിരുന്നു. വളരെ തിരക്കേറിയ ഒരു ബസ്സായിരുന്നു അത്. അല്ലാതെ ആളുകൾക്ക് പരസ്പരം അകന്നു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തിരക്കായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് ഏറെ നിർണായകമാണ്. ഈ ഷിംജിത നേരത്തെ പുറത്തുവിട്ടത് ആ ബസ്സിൽ നിന്നുള്ള ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു. മറുവശത്ത് പക്ഷേ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ ഈ ഛായായാത്രികർ, ബസ്സിലെ ജീവനക്കാർ എന്നിവരുടെ മൊഴി എടുക്കേണ്ടി വരും. ബസ്സിൽ എന്തെങ്കിലും അസ്വാഭാവികമായ സംഭവങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നോ എന്നതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. ഒപ്പം ഈ ഷിംജിത ഈ മൊബൈൽ വീഡിയോ ചിത്രീകരിക്കുമ്പോഴോ അതിന് മുമ്പോ പിമ്പോ ഒക്കെ വാഹനത്തിൽ വെച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തുകയോ അത് ഈ ജീവനക്കാരുടെയും മറ്റും ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതിനാണ് ഈ ജീവനക്കാരുടെ മൊഴിയെടുക്കുന്നത്. ഒരുപക്ഷെ വാഹനത്തിലുള്ള മറ്റ് യാത്രികരെ തിരിച്ചറിഞ്ഞ ശേഷം അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും കേസെടുത്ത് 2 ദിവസം കഴിയുമ്പോഴും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഷിംജിത വീട്ടിൽ ഇല്ല, ഫോണിൽ വിളിച്ചാൽ ലഭ്യമാവുകയും ചെയ്യാത്ത ഒരു സാഹചര്യം. കൃത്യമായി ഒരു ഒളിവിലേക്ക് പോയിരിക്കുകയാണ്. ഒപ്പം മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ അവർ ഈ കാര്യങ്ങളെ കുറിച്ച് ദീപക് മരിച്ചതിന് പിന്നാലെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും താൻ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിച്ചത്, അല്ലെങ്കിൽ ഇത്തരം ഒരു മോശം പെരുമാറ്റം ദീപകിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. പിന്നീടാണ് ഈ ദൃശ്യങ്ങളൊക്കെ പലവട്ടം ആളുകൾ കാണുകയും അതിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും സമൂഹ മാധ്യമങ്ങൾ നടക്കും വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യ ഹർജിയിലും ഇത്തരമൊരു മോശം പെരുമാറ്റം ഉണ്ടായി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ അവർ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുവശത്ത് ഈ ഷിംജിത്തിന്റെ കുടുംബമാവട്ടെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾ ഈ യുവതിയോട് പാടില്ല. സോഷ്യൽ മീഡിയയിലെ റീച്ച് മാത്രം ലക്ഷ്യം വെച്ച്, സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചാണ് ഇത്തരമൊരു ദൃശ്യം ചിത്രീകരിച്ചത്. ഒരു തരത്തിലുള്ള മോശം പെരുമാറ്റം ദീപകിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തന്നെ വളരെ പ്രസന്നയായി നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ ചിത്രീകരണം നടത്തുന്ന ആളെയാണ് കണ്ടത്. സാധാരണഗതിയിൽ വാഹനങ്ങളിൽ വെച്ചും മറ്റുമൊക്കെ, അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിൽ മറ്റുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് സഹയാത്രികരുടെയോ അല്ലെങ്കിൽ ജീവനക്കാരുടെയോ ശ്രദ്ധയിൽപ്പെടുത്തുക, അല്ലെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കുക തുടങ്ങിയ പലതരത്തിലുള്ള മാർഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ പുറത്തു വിടേണ്ടത്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കും, അതിൽ നിന്ന് അടർത്തിയെടുത്തൊരു ഭാഗം മാത്രം പുറത്തു വിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഷിംജിതയുടെ ഫോൺ പരിശോധിച്ചാലാവും ഇതിന്റെ ഒരു കൃത്യമായ ചിത്രം ലഭിക്കുക. കാരണം എത്രമാത്രം ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇവർ പകർത്തിയിരുന്നത്. അതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങിലോ അല്ലെങ്കിൽ ഈ സ്ലോ മോഷൻ പോലുള്ള ഇതിൽ ആക്കിയോ എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ഫോൺ ഇനിയും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷിംജിതയെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമാവും ഈ കേസിന്റെ ബാക്കി നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങുക. രഞ്ജിത്ത്. ശരി അനീഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.